ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണ്. സീ ഫുഡ് ഫ്രൈഡ് റൈസ്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ സീ ഫുഡ് ചേർത്തിട്ടാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. അതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഫ്രൈഡ് റൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തത്. അത് 30 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് ഈ റൈസ്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ എപ്പോഴും റൈസ് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ചേർത്ത് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പം റൈസ് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം ചേർക്കാൻ. ഈ ഫ്രൈഡ് റൈസ് ചേർക്കാൻ വേണ്ടി നമുക്ക് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമ്മൾ മുട്ടയൊക്കെ തോരൻ വെക്കുന്ന തൊട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ചെറിയ ചെറിയ പീസുകളായി വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഈ മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ മുട്ട വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ കപ്പലണ്ടിയുടെ എണ്ണയാണ്. അപ്പോൾ ഈ ഒരു എണ്ണയൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 150 ഗ്രാം ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 150 ഗ്രാം കണവയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണവയ്ക്ക് കൂന്തൽ എന്നും പറയും. അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇതിൻ്റെ അതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെമ്മീനിലും കണവയിലും നന്നായിട്ട് വെള്ളമുണ്ട്. അതൊക്കെ ഒന്ന് വറ്റി നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ചെമ്മീനും കൂന്തലും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ചെമ്മീനും കൂന്തലും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ചെമ്മീനും കൂന്തലും ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിൽ തന്നെ നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇളക്കി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീനും കൂന്തലും ഒക്കെ വറുത്ത എണ്ണ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു ചെമ്മീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഈ എണ്ണയ്ക്കകത്ത് കാണും. അപ്പം വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഈ ഒരു സവാളയൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പം സവാളയൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് ബീൻസ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ചേർക്കുന്ന ഈ വെജിറ്റബിളൊക്കെ ഒത്തിരി അങ്ങ് കുക്കായി പോകരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഫ്ലെയിം ഹൈയിലിട്ടിട്ട് വേണം ഈ വെജിറ്റബിളൊക്കെ
ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ. അതുപോലെ ഒത്തിരി അങ്ങ് ഓവറായിട്ട് കുക്കായി പോകരുത്. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈഡ് റൈസിന് റൈസ് ചേർക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് തണുത്ത റൈസ് വേണം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചൂടോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ റൈസ് അങ്ങ് കുഴഞ്ഞു പോവും. ഇപ്പോൾ നമ്മൾ റൈസ് എല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഫ്ലെയിം ഹൈയിലിട്ടിട്ട് നമുക്ക് 2-3 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഈ റൈസ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത്. 2-3 മിനിറ്റ് ഇളക്കി ഒന്ന് എണ്ണയ്ക്കകത്ത് ഇട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതിയാവും. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു സൗണ്ടൊക്കെ വരും, റൈസൊക്കെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങുന്നത്. അപ്പം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഫ്ലെയിം ഹൈയിലിട്ടിട്ട് വേണം നമ്മൾ ഈ റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് എണ്ണയിലൊക്കെ കിടന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്ന 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഫിഷ് സോസാണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സീ ഫുഡ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ ഫിഷ് സോസ് ചേർക്കുമ്പം ആ ഒരു ഫിഷിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആ റൈസിന് വരും. അതുകൊണ്ടാണ് ഫിഷ് സോസ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, സോയാ സോസ് മാത്രം ചേർത്താലും മതിയാവും. ഇനി ഇതൊന്ന് ഇളക്കി നമ്മൾ ചേർത്ത് കൊടുത്ത സോസിൻ്റെ ആ ഈർപ്പൊക്കെ ഒന്ന് പോകുന്നിടം വരെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സോസുകൾ എല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ട നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതും അതുപോലെ കൂന്തലും ചെമ്മീനും വറുത്തതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇപ്പം സോസെല്ലാം എൻ്റെ ആ ഈർപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂന്തലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഓണിയനാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ അകത്തിലെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സ്പ്രിംഗ് ഓണിയൻ. ഇനി ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സീ ഫുഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഫ്രൈഡ് റൈസിന്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.